അങ്ങനെ നമ്മളിപ്പോൾ സോളം വാലിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ വെയിറ്റിങ്ങിലാണ്, കണ്ടോ, ക്യൂവിലാണ്. സംഭവം ഇവിടെ നിന്ന് 10 മണിക്ക് മുകളിലോട്ട് അലോഡുള്ളൂ. അപ്പോൾ 10 മണിക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു 8:30 ആയപ്പോൾ ഇവിടെ എത്തിയതാണ്. പിന്നെ ഫുഡൊക്കെ ഉണ്ടായി. ഇവിടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ തട്ടുകടകളാണ്. ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ നേരെ നമ്മുടെ വണ്ടിയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും സെറ്റായി നിൽപ്പുണ്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ അങ്ങനെ നമ്മളിതാ ചന്ദ്രനിൽ നിന്നും വന്ന ആൾക്കാരുമായി നമ്മളിതാ ഫ്രണ്ടിലോട്ട് പോവുകയാണ് അല്ലേ. ഈ സോളം വാലി ബ്ലോക്കിൽ തന്നെയാണ്. നല്ല കിടിലം വ്യൂ ആണ്, കണ്ടോ, നല്ല കിടിലം വ്യൂ ആണ്. ദാണ്ട റൈഡ് ബൈക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല റെൻ്റ് ആയതുകൊണ്ട് നമ്മൾ അതൊന്നും എടുക്കുന്നില്ല. നമുക്കല്ലാതുള്ള ചെറിയ ചെറിയ റൈഡുകളിൽ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. കാരണം വലിയ റൈഡുകളിൽ പോയി റിസ്ക് എടുക്കുന്നതിനേക്കാളും ചെറിയ റൈഡുകളല്ലേ ബെറ്റർ. അപ്പോൾ റിസ്ക് ഇല്ലാത്ത റൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നാലും നമ്മൾ എന്തൊക്കെ എടുക്കുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളെപ്പോലെ ഞങ്ങളുടെയും ഒരു സ്വപ്നമായിരുന്നു നമ്മുടെ ഈ മണാലി പാക്കേജ്. പക്ഷെ നമുക്ക് ഇത്രയും പെട്ടെന്ന് 2025 തന്നെ മണാലി വരാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. നമ്മൾ ഫസ്റ്റ് റൈഡിനുള്ള സ്പോട്ടിലെത്തി. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം റൈഡ് ഇന്ന് അലോഡ് അല്ലെന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. എന്താകുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. പക്ഷെ പൊളി സ്ഥലം, എൻ്റെ പൊന്നെ, ജീവിതത്തിൽ വന്ന് ആസ്വദിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടം. അത്രയ്ക്ക് കിട്ടില്ല സ്ഥലമാണ് നമ്മുടെ മണാലി എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ വരിക. അത്രയ്ക്ക് പൊളിയാണ്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം, വൈഡ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പൊന്നെ. ഇതൊന്നും അല്ല, അടുത്ത സ്പോട്ടിലോട്ട് പോകുന്നേ ഉള്ളൂ, മെയിൻ മഞ്ഞിലേക്ക്. ഏതാണ് അത്? അതാണ്. അത് ഐസ് ഉണ്ടാ, സ്പൂണ് വരെ ഐസായിട്ട് സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് ഇനി പോകുന്നേ ഉള്ളൂ അല്ലേ കീർത്തി? അപ്പോൾ അടുത്ത സ്പോട്ടിലാണ് നമ്മൾ പോകുന്നത്. അടുത്തതാണ് ഫുള്ള് മഞ്ഞിൽ നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത്. എന്താണ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എന്താണ് പറയാനുള്ളത്? തണുപ്പ് കൊണ്ട് നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തണുപ്പാണ്. കാരണം ഇപ്പം മൈനസ് എത്ര നോക്കിയില്ല, ടെമ്പറേച്ചർ നോക്കിയില്ല. എന്നാലും എൻ്റെ പൊന്നെ, മണാലി എന്ന് പറഞ്ഞ അമ്മാതിരി ഒരു മണാലി തന്നെയാണ്. തണുത്ത് നിൽക്കാൻ -6 ഇപ്പം ടെമ്പറേച്ചർ 8. നമ്മൾ ഇത്രയും ജാക്കറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നോണ്ടാണ്. ഓപ്പണായേ ഇതാ പോണു, സ്ലിപ്പായി പോണു. ഇവിടെ നിന്ന് സമയം കളയണ്ടല്ലയാ, എവിടെ സമയം കളയണോ? നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കാണാനുള്ള ഒരു സ്പോട്ടാണ് നമ്മുടെ മണാലി എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി അത് ആസ്വദിച്ച് തന്നെ ആവണം. അതാണ് മണാലി. അതെന്താന്നല്ലേ, കാണിച്ചു തരാം. അങ്ങനെ ഫസ്റ്റ് റൈഡ് അലോഡ് അല്ല എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഓപ്പൺ ആക്കി തന്നു. നമ്മളിതാ ഫസ്റ്റ് റൈഡിന് വേണ്ടി കണ്ടോ, ആൾക്കാരൊക്കെ ശരിക്കും വരുന്നുണ്ട്. അപ്പൊ അകത്തോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫുള്ള് മഞ്ഞുള്ള സ്പോട്ടിൽ ഒരു സ്പോട്ടിലെത്തി, ഒരു റൈഡിന് അല്ലേ. അതെ കൊട്ടാറുണ്ട്. ഒരു ചെറിയ വീട് വെച്ചിരിക്കുന്നു. ഇതാണ് അടുത്ത കീർത്തി വരുന്നു. ഇതാണ് ഗൈസ് നമ്മൾ കണ്ട ആ ലോകം. വാ ഓക്കെ കീർത്തി, എങ്ങനെയുണ്ട്? പൊളിക്കാൻ. അതാണ് നടന്നു, മഞ്ഞിലൂടെ ഒരുപാട് നടന്നപ്പോഴേ ശ്വാസം മുട്ടുന്നുണ്ട്. പക്ഷെ വൈബ് അമ്മ ചെയ്യണ്ട, കിട്ടേലം വൈബ്, ഒന്നും പറയാനില്ല. പൊളി എന്ന് പറയാം, അമ്മാതിരി പൊളി അല്ലേ. നല്ല തണുപ്പുണ്ട്. അതെ, എന്താണ് പറയാനുള്ളത്? ഓക്കെ. മണാലിയിൽ വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മൾ സോളം വാലിയിലാണ്. സോളം വാലിയിൽ വന്നതിന് ശേഷം അവിടെയുള്ള എല്ലാ റൈഡുകളും കയറിയതിനു ശേഷം പോകാനുള്ള ഒരു കിടില സ്പോട്ടാണ് ഈ അടൽ ടണൽ. 10 കിലോമീറ്റർ വരുന്ന ഈ അടൽ ടണലിലാണ് ഏറ്റവും മെയിൻ. ഈ ടണൽ കഴിഞ്ഞ് നേരെ പോകുന്ന സ്പോട്ടാണ് എന്റെ പൊന്നെ വൈബ് എന്ന് പറഞ്ഞ അമ്മാതിരി ഒരു വൈബാണ് ആ സ്പോട്ട്. വെയിറ്റ് ചെയ്യുക, കാണിച്ചു തരാം. അത്രയ്ക്ക് പൊളിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ 10 കിലോമീറ്റർ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏകദേശം 2ാമത്തെ ഏറ്റവും വലിയ ഈ തുരങ്കം. This is our India's biggest, second largest tunnel, Atal Tunnel in Himachal Pradesh. എത്ര കിലോമീറ്റർ? 9 kilometer total, and after this we will reach directly Sisu. അങ്ങനെ സോളം വാലിയിൽ നിന്ന് തിരിച്ച യാത്ര ഞങ്ങൾ ആ 10 കിലോമീറ്റർ ടണൽ താണ്ടി ഞങ്ങൾ ആ വൈബിലേക്ക് വരികയാണ്. എന്റെ പൊന്നെ, വേറെ ലെവലാണ്. ആ സ്പോട്ടാണ് നിങ്ങൾ ഇതാ കാണാൻ പോകുന്നത്. യൂറോപ്പിനെ പോകാൻ പറയട്ടെ, ഈ വണ്ടി നിന്ന് കറങ്ങും.
എന്റെ പൊന്നെ വേറെ ലെവല്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കിടിലൻ സ്പോട്ടുകൾ കണ്ടില്ലെങ്കിൽ വേറെ എന്താണ് കാണാനുള്ളത്? ഇതാണ് മണാലി. ഇതൊന്നും അല്ല, ഇനിയുമുണ്ട്, കാണിച്ചു തരാം. പക്ഷെ നമ്മൾ വന്ന അടൽ ടണൽ നിങ്ങൾ കാണണ്ടേ? ഞാൻ കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ടുള്ള പാലമാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഈ കാണുന്ന ചെറിയ വീട് പോലെ ഇരിക്കുന്നില്ലേ, ഇതാണ്. ഇതിനകത്തൂടെയാണ് അടൽ ടണൽ ഏകദേശം 10 കിലോമീറ്റർ വരുന്നത്. എന്റെ പൊന്നെ, അത് ചിന്തിക്കാനേ കഴിയില്ല. അത്രയും കിട്ടില്ലാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരിക, വന്ന് തന്നെ കാണണം. അങ്ങനെ നമ്മൾ മഞ്ഞില് കളിക്കാനുള്ള സ്പോട്ട് വ്യൂ പോയിന്റിലെത്തി. അടുത്ത് കളിക്കാനായിട്ട് പോവുകയാണ്. എവിടെ എല്ലാവരും എവിടെ? അതാ പോകുന്നു. വാ വായോ. ഇനി എന്തായാലും നമുക്ക് മഞ്ഞൾ കളിക്കാം. അപ്പൊ ഇന്ന് എന്തായാലും ആസ്വദിച്ച് അടിച്ചു പൊളിക്കാനായിട്ട് ഇതാ മഞ്ഞിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇനി കളിക്കാൻ, മഞ്ഞിൽ വാരി കളിക്കാനുള്ള സ്പേസ് ആണ്. ഇനി കാണിച്ചു തരാം. ഇവിടെ നിന്നല്ലേ, ശ്വാസം പോലെ എടുക്കാൻ പറ്റില്ല, കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ അവസാനം ഗെയിമിങ്, അതായത് ഐസ് വാരി കളിക്കാനുള്ള സ്പോട്ടാണ് നിങ്ങൾ കാണുന്നത്. കണ്ട ആൾക്കാരെ കളിച്ച് നിൽക്കുന്നുണ്ട്. ഭയങ്കര ടാസ്ക് ആണ് ഇവിടെ. എന്താണ് ഇവിടെ ടാസ്ക്? ഇവിടെ ബുദ്ധിമുട്ട് പറയൂ. എന്താണ് ബുദ്ധിമുട്ട്? ഒത്തിരി തണുപ്പ് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഇവിടെ. നമുക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല, ബ്രീത്തിങ് ഒട്ടും പറ്റത്തില്ല, ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. യെസ്, ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് പോലും ബ്രീത്തിങ് ഭയങ്കര പാടാണ്. അതെനിക്ക് മനസ്സിലായി. അനുഭവം നായിക തലകറങ്ങി കുറച്ചു നേരം ഇങ്ങനെ ധരണിയിൽ കിടന്നു. അത് വലിയ ടാസ്ക് ആയിരുന്നു. യെസ്, ഞങ്ങൾ പേടിച്ചു, നന്നായിട്ട് പേടിച്ചു. ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം ഷർദിലിന്റെ ഒരു ഇതായിരുന്നു അല്ലേ, ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. നായിക തലകറങ്ങി വീണപ്പോൾ തലകറക്കം മാറാൻ വേണ്ടിയിട്ട് നായകൻ വെള്ളം വാങ്ങാൻ പോയി. വെടിയുന്ന പോലെ ഓടിയിട്ട് തിരികെ വന്ന് നായകൻ ധരണിയിൽ കിടന്നു. അതാണ് നമ്മുടെ ഇവിടെ, അതാണ് ഇവിടുത്തെ അവസ്ഥ. അല്ല, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നാട്ടിൽ നിന്ന് വരുന്നവര് പെട്ടെന്ന് ഓടുക അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തളരും. നമുക്ക് ബ്രീത്തിങ് പാടാണ്. നമ്മൾ സ്ലോ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. പാടില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോഴാണ് മനസ്സിലായത് അല്ലേ? ടെമ്പറേച്ചർ തന്നെ നിൽക്കണം. അതാണ്. അപ്പൊ ഇതാണ് ചൂടും പുറത്ത് തണുപ്പും രണ്ടും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കളിക്കാൻ പറ്റൂലേ? ഐസ് വാരി കളിക്കാന്നൊക്കെ. ഓ, അല്ലാത്ത പാർക്കില്ലെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രണ്ടിലോട്ട് പോവാം. സ്ലിപ്പിംഗ് ആവുന്നുണ്ട്, എന്നാലും ഞാൻ നല്ല രീതിയിൽ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് തരും എന്ന പ്രതീക്ഷയിൽ ഇതാ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, നമ്മുടെ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിടില സ്പോട്ടിൽ നിന്ന് അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ ഇറങ്ങിയാണ് ഇവിടുന്ന്. കിടില സ്പോട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. അങ്ങനെ നമ്മൾ ടണലിൽ കയറിയിരിക്കുകയാണ്.